മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ ദൈവം നിന്നെ നോക്കുന്ന സമയത്തിൽ ഒത്തിരി കുറവുകൾ നിന്നെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ ഒരിക്കലും നിന്റെ നീതി പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണിയാണെന്നുള്ളത് മറക്കരുത്. കുറ്റം വിധിക്കുവാൻ ദൈവമുണ്ട് എങ്കിൽ സ്വയമായി പരിശോധന നടത്തി ഓരോ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് മുൻപിലേക്ക് ഗമിക്കുവാൻ മറക്കരുത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം ശ്രദ്ധിക്കാം. രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. സ്തോത്രം. രണ്ടുപേര് പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാർ. രണ്ട് പേരുടെ പ്രാർത്ഥനയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. പരീശനും പ്രാർത്ഥിച്ചു, ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു. അതിനർത്ഥം ആർക്കും പ്രാർത്ഥിക്കാം. ചുങ്കക്കാർക്ക് പ്രാർത്ഥിച്ചുകൂടാന്ന് പറയാൻ പറ്റത്തില്ല. ക്രൂശിൽ കിടന്ന കള്ളൻ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് അവനെ വാഗ്ദാനം കൊടുത്തു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും എന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കാം. ചുങ്കക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് പിടിച്ചുപറിക്കാരനാണ്, അല്ലെങ്കിൽ കരംപിരിവുകാരനാണ്. അന്നത്തെ ചുങ്കക്കാർക്കെല്ലാം ആ ഒരു ലേബലുണ്ടായിരുന്നു. മത്തായി പോലെയുള്ളവരൊക്കെ ആ ഒരു കാറ്റഗറിയിലായിരുന്നു. സക്കായി ഇവരെല്ലാവരും ഇതാണ്. കള്ളക്കണക്ക് എഴുതി ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അതെ അവനവന് ഇഷ്ടമുള്ള രീതി അനുസരിച്ചും ഒക്കെ പിടിച്ചുപറി പോലെ തന്നെ ഓരോ വീടുകളെ കയറി ഇറങ്ങി കള്ള ടാക്സ് അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിരിച്ചെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു പിടിച്ചുപറിക്കാരൻ, ഒരു ചുങ്കക്കാരൻ, അവൻ കൊള്ളരുതായ്മക്കാരൻ, അവൻ പാപിയായിരിക്കുന്ന വ്യക്തിയാണ്. അവൻ ദൈവവുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത വ്യക്തി. അവനും പ്രാർത്ഥിച്ചു. പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ അവനെ കഴിഞ്ഞ് വേറെ ഒരുവനും ഇല്ല എന്നുള്ളതാണ് ആ പരീശൻ എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ 18-ൽ തന്നെ അതിൻ്റെ 9-ൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ പറഞ്ഞത്. അപ്പോൾ തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് പരീശന്മാർ. ഞങ്ങൾ പെർഫെക്റ്റാണ്, ഞങ്ങൾ വളരെ കറക്റ്റാണ്, ഞങ്ങളെക്കുറിച്ച് ഒരു തെറ്റും പറയാനില്ല, ഞങ്ങളെക്കുറിച്ച് ഇച്ചിപ്പോന്നൊന്നും പറയാനില്ല, ഞങ്ങൾ എല്ലാ കാര്യത്തിലും കൃത്യമാണെന്ന് നടിച്ച് നടക്കുന്ന വിഭാഗമുണ്ട് പരീശന്മാർ. സ്വയം ന്യായീകരിക്കുന്നവർ, സ്വയം നീതീകരിക്കുന്ന വിഭാഗങ്ങൾ. അങ്ങനെയുള്ള ഒരുവനും പ്രാർത്ഥിച്ചു. ഇവർ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. രണ്ടുപേരുടെയും പ്രാർത്ഥന വ്യത്യസ്തമായ രീതിയിലുള്ളതായിരുന്നു. നമ്മളത് ധ്യാനിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാനത് കൂടി ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊള്ളപ്പെട്ടപ്പോൾ ആർക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന. ചുങ്കക്കാരനും പ്രാർത്ഥിക്കാം, പരീശനും പ്രാർത്ഥിക്കാം, നല്ലവർക്കും പ്രാർത്ഥിക്കാം, കൊള്ളരുതാത്ത വ്യക്തികൾക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ഓരോ തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കണമെന്നില്ല. ഇവിടെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്തിൽ രണ്ടുപേര് പ്രാർത്ഥിച്ചു, പക്ഷെ ഒരാളുടെ പ്രാർത്ഥന ദൈവം കേട്ടു, മറ്റേയാളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് എല്ലാ പ്രാർത്ഥനകളും ദൈവം അംഗീകരിക്കണമെന്നില്ല, എല്ലാ പ്രാർത്ഥനകളും ദൈവം മറുപടി തരണമെന്നില്ല. ചില പ്രാർത്ഥനകൾ അതിൻ്റേതായിട്ടുള്ള ആ ശൈലി അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ പ്രിൻസിപ്പൾ അനുസരിച്ച് ചെയ്യാത്തിടത്തോളം, തത്വം അനുസരിച്ച് ചെയ്യാത്തിടത്തോളം കാലം ദൈവം ചിലത് അംഗീകരിക്കപ്പെടത്തേയില്ല. ഇവിടുത്തെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരുവൻ്റെ പ്രാർത്ഥനയ്ക്ക് തെറ്റുപറ്റിപ്പോയി. അവൻ ശരിയായ രീതിയിലല്ല പ്രാർത്ഥിച്ചത്. എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 10 മുതൽ വായിക്കപ്പെടുമ്പോൾ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിൽ ഒക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരുത്തൻ്റെ പ്രാർത്ഥന എങ്ങനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട്, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ. അടുത്തിരിക്കുന്നവനെ കുറ്റം പറയാനുള്ള ഒരു ടെൻഡൻസി.
കർത്താവേ, ഞാൻ പ്രശ്നക്കാരനല്ല, ഞാൻ മോശക്കാരനല്ല, പ്രത്യേകിച്ച് ഈ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ. സുഹൃത്തെ, ഈ പരീക്ഷൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. കേൾക്കാത്തതിൻ്റെ കാരണം തേർഡ് പാർട്ടിയെ അവനെ മാർക്കിടാൻ, അവനെ കുറ്റം വിധിക്കുവാൻ, അവനെ അളക്കുവാൻ ദൈവം നിനക്കൊരനുവാദമോ അധികാരമോ തന്നിട്ടില്ല. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. ഇവന്റെ പ്രാർത്ഥനയിലെ തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോയതിന്റെ കാരണം വേറൊരാളെ അവൻ സാമ്യപ്പെടുത്തി സംസാരിച്ചു. ഇവനെ പോലെ അല്ല ഞാൻ. സ്വയം നീതീകരണം ചെയ്യുന്ന ദൈവജനമേ, പഴുത്ത പ്ലാവല വീഴുമ്പോ പച്ച പ്ലാവല ചിരിക്കുന്ന ഒരു ശൈലി ഉണ്ട്. പലപ്പോഴും നീ പോലും അറിയാതെ നിന്റെ രക്തത്തിൽ അലിഞ്ഞു കയറപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. മറ്റൊരാളിന്റെ തകർച്ചയിൽ ഒരു സന്തോഷിക്കുവാനുള്ള ഒരു ടെൻഡൻസി, മറ്റൊരാളിന്റെ കുറ്റത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് ആനന്ദം കണ്ടെത്താനുള്ള ഒരു ആവേശം, മറ്റൊരാളിന്റെ പരാജയത്തിന്റെ മധ്യത്തിലേക്ക് അതിനകത്തൊരു സുഖം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് നീ ആഗ്രഹിച്ച് സംസാരിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കണം, നീ ഒരു പരീശനാണ്. പരീശന്മാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കത്തില്ല. പരീശന്റെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കത്തേയില്ല. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണോ ഇല്ലയോ എന്ന് സ്വയം പരിശോധിക്കണം. ഒന്ന് ചെത്തി വെടിപ്പാക്കട്ടെ ദൈവം. മറ്റൊരാളെ വിധിക്കാൻ നീ ആർ? മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുവാൻ നീ ആർ? ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ശൗൽ ദാവീദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നടന്നു. പക്ഷേ അനേക പ്രാവശ്യം ദാവീദിന് ശൗലിനെ കൊല്ലാനായിട്ടുള്ള അവസരം കിട്ടി. അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ, ഗുഹയ്ക്കകത്ത് കിടന്നപ്പോൾ, ഒറ്റയ്ക്ക് കിട്ടിയ സമയത്തിൽ ദാവീദ് തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, അവൻ്റെ മേൽ കൈവയ്ക്കരുത്. കൂടെയുള്ളവർ ചോദിച്ചു, നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഇവനാണ്, ഇവൻ നമ്മളെ കിട്ടിയ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ശൗലിനെ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് നമുക്ക് വകവരുത്തിക്കൂടെ? ദാവീദ് തിരിച്ചു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവൻ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു. ഇവനെതിരായിട്ട് കൈ ഉയർത്തി കഴിഞ്ഞാൽ, ഇവനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇവനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധിയില്, ദൈവത്തിന്റെ അടുക്കല് ഞാൻ കണക്ക് കൊടുക്കേണ്ടതായിട്ട് കടന്നു വരപ്പെടുമെന്ന് ദാവീദിനൊരു ഭയമുണ്ടായിരുന്നു. താൻ അധികാരമുള്ളവനും അവകാശമുള്ളവനും അവൻ ജ്ഞാനസമ്പൂർണനും ദൈവത്തിന്റെ സന്നിധിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനും എല്ലാമാണ് എങ്കിലും അവൻ മറ്റൊരു അഭിഷിക്തനായിരുന്ന വ്യക്തി. ഇപ്പോൾ അവന്റെ മേൽ ദുരാത്മാവാണ്. പക്ഷേ എങ്കില് ദൈവത്തിന്റെ അവൻ മുമ്പിൽ വെച്ച് അവന് ഭയമായിരുന്നു. ഒരു അഭിഷിക്തനായിരുന്ന വ്യക്തിക്കെതിരായിട്ട് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ദാവീദിനറിയാം. അവനവൻ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ബലം അവനവന്. ശൗൽ ചെയ്തുവെങ്കിൽ ശൗലിന് ദൈവം ബലം കൊടുക്കും, പക്ഷെ എനിക്ക് ശിക്ഷിക്കുവാൻ അനുവാദമില്ല. ശൗൽ പിന്മാറ്റക്കാരനായെങ്കിൽ, ശൗൽ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോയിയെങ്കിൽ, ശൗൽ ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്തുവെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യാൻ ആളല്ല. ദൈവമുണ്ട് ന്യായം വിധിക്കാൻ, ദൈവമുണ്ട് അതിന് ശിക്ഷ കൊടുക്കാൻ. ഞാൻ ആ വ്യക്തിയെ വിധിക്കുവാൻ ആളല്ല എന്നുള്ളത്. മിരിയാം മോശയ്ക്ക് വിപരീതമായിട്ട് സംസാരിച്ച ഉടനെ തന്നെ ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോശയുടെ കുറവുകൾ നോക്കാൻ ഞാനിവിടെ ഉണ്ട്, മോശയെ ശരിയാക്കാൻ ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ മോശയ്ക്ക് വിപരീതമായിട്ട് സംസാരിക്കാൻ ശങ്കിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. ചിലയിടത്ത് മനുഷ്യനെ ന്യായം വിധിക്കുവാൻ ദൈവം വിടത്തില്ല. മനുഷ്യനെ കുറ്റം വിധിക്കുവാനോ അളക്കുവാനോ ദൈവം വിടത്തില്ല. സക്കായി മരത്തിന്റെ മേളിലിരുന്ന സമയത്തിലും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞത്, ഇവൻ കൊള്ളരുതാത്ത വ്യക്തിയാണ്, ഇവൻ പിടിച്ചുപറിക്കാരനാണ്, ഈ നാട്ടിൽ ഒരൊറ്റ വ്യക്തിക്ക് ഇവന് ഇഷ്ടമില്ല. പക്ഷേ യേശു കർത്താവ് ആദ്യം ആ കാട്ടത്തിയുടെ അടുക്കൽ കടന്നു ചെന്ന് നിന്നിട്ട്, സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവന്റെ പേര് പറഞ്ഞ് അവനെ വിളിച്ചിറക്കി കൊണ്ടുവന്നതിന്റെ പിന്നില് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. സക്കായിയെ ദൈവം സ്നേഹിച്ചു അവനെ രൂപാന്തരപ്പെടുത്താൻ. അപ്പോൾ ഒരു ചുങ്കക്കാരനെന്ന് പറയട്ടെ, കൊള്ളരുതായ്മക്കാരെന്ന് പറയട്ടെ, അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവോ കേൾക്കത്തില്ലയോ?
അവൻ പള്ളിയിൽ വരണോ വരണ്ടയോ ഇതെല്ലാം തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ കർത്താവാണ്. പരീക്ഷ നോക്കിയപ്പോൾ ഇവൻ എൻ്റെ അടുക്കൽ ഇരിക്കാൻ എന്ത് യോഗ്യത, ഇവൻ എൻ്റെ അടുക്കൽ ഇരുന്ന് ഇങ്ങനെ കരയാനായിട്ട് എന്ത് യോഗ്യത, ഇവൻ പാപിയാണ്, ഇവൻ കൊള്ളരുതാത്ത വ്യക്തിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നീതിമാനായിരിക്കുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പിടിച്ചുപറിക്കാരനല്ല, നീതികെട്ടവനല്ല, വ്യഭിചാരികളല്ല, ശേഷം യവനെ പോലെയുമല്ല, ചുങ്കക്കാരനെ പോലെയും അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചവട്ടത്തിൽ ഉപവസിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഉപവാസമാണ്. അവൻ പറയണം, വലിയ പുള്ളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തി കൊടുക്കാൻ കഴിയാതെ അഹങ്കാരത്തിൻ്റെയും ഉന്നതിയുടെയും വാക്കുകൾ മാത്രം പറഞ്ഞ് നികളത്തോടുകൂടി പിശാചിനിടം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കണമേ. അവൻ പറഞ്ഞു, ആഴ്ച 2 ദിവസം ഞാൻ ഉപവസിക്കുന്നു, വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഫാസ്റ്റിംഗ് ആണ്. മറ്റുള്ളവർക്കൊന്നും എടുക്കാനൊന്നും പറ്റൂല, ഞാൻ വലിയ ഉപവാസക്കാരനാണ്. അവൻ ഇവിടെ പ്രാർത്ഥനയിൽ പബ്ലിക്കായിട്ട് ഇത് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഉപവാസത്തെക്കുറിച്ച് പുള്ളിക്ക് അറിയത്തില്ല. ചിലരൊക്കെ ഉപവസിക്കുന്നത് വെളിയിൽ ആരും അറിയത്തില്ല കേട്ടോ. അവൻ വളരെ സീക്രട്ടായിട്ടാണ് ചിലർ ഉപവസിക്കുന്നത്, വേറെ ആരും അറിയത്തില്ല. അവനും അറിയും, ദൈവവും മാത്രം അറിയും. എവിടെയെങ്കിലും ഭൂമിയിൽ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ദൈവികമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വ്യക്തമായിട്ട് അറിയുന്ന ഒരു കർത്താവുണ്ട്. വ്യക്തമാക്കാം. സ്തോത്രം. ആമേൻ. ഒരു സൂര്യൻ ഉദിക്കുന്ന സമയത്തിൽ അതിൻ്റെ കീഴിലുള്ള എല്ലാവരുടെ മേലും പ്രകാശം അടിക്കും. വെയിലത്തിറങ്ങി അപ്പച്ചന്മാർ, തലമുടിയില്ലാത്ത കഷണ്ടിയായിട്ടുള്ള അപ്പച്ചന്മാർ, ഹാഫ് കണ്ടീഷനിലൊക്കെ ഉള്ളവരെല്ലാം നിൽക്കും. എല്ലാവരുടെയും തലയിൽ ഉദിക്കും, സൂര്യൻ ഉദിക്കും. ഒരേ സമയത്ത് ഒറ്റ സൂര്യൻ അതേ സമയത്തിന് എല്ലാവരുടെയും തലയിൽ ഉദിക്കുന്നത് പോലെയാണ്. സ്വർഗത്തിൽ നിന്നൊരു കൺട്രോളുണ്ട്. ഇവിടെ ആരും ഉപവസിക്കുന്നില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് ദൈവം അറിയുമ്പോൾ എടുത്തിനി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ദൈവത്തിന് അറിയാം നീ ഏതൊക്കെ ദിവസത്തിൽ ഉപവസിക്കുന്നു, നീ എങ്കപ്രകാരമാണ്, നിന്റെ ചിന്താഗതി ഏതാണ്, കാര്യാദികളെല്ലാം നന്നായിട്ട് വ്യക്തമായിട്ടൊക്കെ എല്ലാ കാര്യാദികളും അറിയുമ്പോൾ അവനവൻ്റെ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ആഴ്ചയിൽ 2 വട്ടം ഫാസ്റ്റിംഗ് എടുക്കുന്നു. ഇനി നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. പതാരം എന്ന് പറഞ്ഞാൽ ദശാംശം. എനിക്ക് കിട്ടുന്ന 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1 രൂപ ഞാൻ മാറ്റിവെക്കും. 9 രൂപയെ ഞാൻ ചിലവാക്കത്തുള്ളൂ. 100 രൂപ എൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് ഞാൻ 90 രൂപ എടുത്ത് ചിലവാക്കും. ഞാൻ 10 രൂപ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കും. എനിക്കറിയാം വിത്ത് കഴിച്ചാൽ എനിക്ക് കൊയ്ത്തുണ്ടാകത്തില്ല. അതുകൊണ്ട് 100 രൂപ എനിക്ക് കിട്ടുമ്പോൾ 10 രൂപ എൻ്റെ വിത്താണ്. ആ വിത്ത് ഞാൻ വിതയ്ക്കും. 90 രൂപ ഞാനെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യും. ഇതെല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നു. സാലറി മേടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കൊടുത്തിട്ടേ കാര്യങ്ങൾ ഞാൻ ചെയ്യത്തേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ അത് 5 പപ്പായ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഞാൻ പള്ളിക്ക് കൊടുത്തിട്ട് ഏത് കാര്യം ചെല്ലും. എൻ്റെ വീട്ടിൽ തേങ്ങ വെട്ടുന്ന സമയത്തിലേക്ക് അതെ ആദ്യം ഏറ്റവും നല്ലതെടുത്ത് 10 ദൈവത്തിനായിട്ട് മാറ്റിവെക്കും. ഞാൻ എല്ലാം കാര്യങ്ങളിലും കറക്റ്റാണ്. സ്വയം നീതീകരണം അവൻ ചെയ്തു. ആമേൻ. എന്നാൽ മറ്റവൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരമാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. 13 മുതലുള്ള ഭാഗങ്ങൾ. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാലും, എവിടെ നിന്നുകൊണ്ട്? ദൂരത്ത്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, എവിടെ നിന്നുകൊണ്ട്? ദൂരത്ത്. ഒരിക്കൽ കൂടെ, ദൂരത്ത്. എന്താ അങ്ങനെ? പള്ളിക്കകത്തോട്ട് കയറി അടുത്ത് ചെല്ലാൻ ഒരു പേടി. ഞാൻ കുറവുള്ളവനാണ്, എന്നെ ആരും കാണാതെ. സക്കായിയൊക്കെ അങ്ങനെയല്ലേ? ആരും എന്നെ കാണാതിരിക്കുന്നതാണ് നല്ലത്, ആരും എന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ഇച്ചിരി കുഴപ്പക്കാരനാണ്. എനിക്ക് തന്നെ അറിയാം ഞാൻ കുഴപ്പക്കാരനാണെന്ന്, പിന്മാറ്റക്കാരനാണെന്ന് എനിക്ക് തന്നെ അറിയാം. അവൻ അതുകൊണ്ട് ദൂരത്ത് മാറി നിന്നു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. എന്താ ഒരു മാറത്തൊരു അടിയടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വായിച്ച് വിട്ടാൽ പറ്റത്തില്ല. ഒരു മാറത്തടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥത്തിലൊരു ചെറിയ സംഭവമായിട്ട് നമുക്കെടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ മാറെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയം ഇരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയപ്പെടുന്നത്. ഹൃദയം ഈ ഭാഗം. അവൻ എന്താ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന? ഒന്ന്, അവൻ ദൂരത്ത് മാറി നിന്നതിന് ശേഷം ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു. നിങ്ങളിൽ ആരൊക്കെ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ട് അല്ലേ? എപ്പോഴാ?
വീട്ടിൽ പിണക്കം വന്നപ്പോൾ അല്ലേ, കൊച്ചു സ്കൂളിൽ നിന്ന് 10 മിനിറ്റ് താമസിച്ചപ്പോൾ, വീട്ടിലെ ഭർത്താവ് അല്ലേ മദ്യപിച്ചു വന്നപ്പോൾ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിയപ്പോൾ, കലഹം വന്നപ്പോൾ ഈടിച്ചം കലക്കുകയാണ്, എനിക്കിനി ജീവിക്കണ്ട. ഒറ്റ കൈയല്ല, അത് പണ്ടാണെന്ന്, ഇപ്പൊ 2 കൈയുണ്ടാണ്. ഇവനിതാ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ്, മാറത്തടിച്ചു. അവനറിയാം ഒരു മനുഷ്യന്റെ ഹൃദയം നിരൂപിക്കുന്നത് വായി പ്രസ്താവിക്കും. ഞാനൊരു കുഴപ്പക്കാരനാണ്, ഈ കുഴപ്പങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിലാണ് രൂപപ്പെടുന്നത്. ഞാനൊരു പ്രശ്നക്കാരനാണ്, ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിലാണ് രൂപപ്പെടുന്നത്. എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഹൃദയത്തിനകത്താണ് വിഷം മുഴുവനും നിറഞ്ഞിരിക്കുന്നത്. ഈ വിഷം മുഴുവനും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു നല്ലവനാകാൻ കഴിയത്തില്ല. എനിക്കൊരു പാപിയായി മാത്രമേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന വിഷമൊന്ന് ഇറങ്ങട്ടെ, എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന വിഷമൊന്ന് ഇളകട്ടെ. അവൻ ഇടിക്കുകയാണ്. എൻ്റെ നല്ലൊരു ഹൃദയം രൂപപ്പെട്ട ഈ പഴയ ഹൃദയം എനിക്ക് വേണ്ട. ഈ ഹൃദയത്തിനകത്തുള്ള കളങ്കങ്ങളെല്ലാം മാറട്ടെ 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 എന്ന് അവൻ ഇടിക്കുകയാണ്. ശരി, ചില സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ആ ഇഷ്ടവും ഒക്കെ കടന്നു വരപ്പെടുമ്പോൾ പല രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ പ്രകടമാക്കും. ഇവിടെ ഇതാ ചുങ്കക്കാരന് സമൂഹത്തിൽ അവന് സ്ഥാനമില്ല, മാനമില്ല, അംഗീകാരം ഒന്നുമില്ല. പക്ഷേ കർത്തൃസന്നിധിയിൽ കടന്നു വന്നിട്ട് ഒരാൾ വന്നിട്ട് സ്വയമായിട്ട് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ വേറൊരുവൻ സ്വന്തം ഹൃദയത്തെ ഇടിച്ച് കലക്കുകയാണ്. എനിക്ക് നല്ലൊരു ഹൃദയം വേണം, എനിക്ക് നല്ലൊരു വ്യക്തിയായി തീരണം, എനിക്ക് നല്ലൊരു മകനായി തീരണം, എനിക്ക് നല്ലൊരു മകളായിട്ട് തീരണം എന്ന് പറഞ്ഞ് ഇടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹന്നയുടെ പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് അവൾ എന്തൊക്കെ പാപപ്രകടനങ്ങൾ അവിടെ കാണിച്ചു എന്നറിയത്തില്ല. ഏലി പുരോഹിതൻ വന്നിട്ട് മദ്യപിച്ചു എന്നവരെ തെറ്റായിട്ട് ധരിക്കത്തക്ക വിധത്തിലേക്ക് ആമേൻ എങ്ങനെയും പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ എൻ്റെ ഹൃദയത്തെ എനിക്ക് പകരണം, എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ എനിക്ക് പൂർണ്ണ മനസ്സോടുകൂടി എനിക്ക് ചെയ്യണം. അവർ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങും. ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും നോക്കാൻ എനിക്ക് യോഗ്യനല്ല ഞാൻ. മാറത്തടിച്ച് ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞോ. സ്തോത്രം. അങ്ങനെ സ്തോത്രം. ആമേൻ. ഒരുവൻ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നീതിമാൻ എന്ന് പറഞ്ഞപ്പോൾ, തന്നോട് തന്നെ അവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ സമയത്തിലേക്ക് മറ്റൊരുത്തൻ ദൂരത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ആമേൻ ഭായി ഈ നീതിമാന്റേതായിട്ടുള്ള ആമേൻ അനുഭവത്തിൽ പരീക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൻ തന്നോട് തന്നെ 11-ാം വാക്യം പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ അവൻ ദൈവത്തോടല്ല പ്രാർത്ഥിച്ചത്, അവൻ സ്വന്തമായിട്ടാണ് പ്രാർത്ഥിച്ചത്. താൻ കേൾക്കാൻ വേണ്ടിയിട്ടാ, തൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നോട് തന്നെ എന്നാണ് 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ വേറൊരുവൻ സ്വർഗത്തിൽ പോലും നോക്കാം തുനിയാതെ, തന്നോടല്ല, സ്വർഗത്തിൽ നോക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ആമേൻ തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ സഹോദരാ സഹോദരി, നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വയം നീതീകരണമല്ല, ആമേൻ മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് ശരിയാണെന്ന് തോന്നല്ല. ദൈവദൃഷ്ടിയിലേക്ക് നോക്കുന്ന സമയത്തിൽ ബലഹീനമാണ്. മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ ദൈവം നിന്നെ നോക്കുന്ന സമയത്തിൽ ഒത്തിരി കുറവുകൾ നിന്നെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ ഒരിക്കലും നിന്റെ നീതി പ്രവർത്തികളെല്ലാം കറപുരണ്ട തുണിയാണെന്നുള്ളത് മറക്കരുത്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തികൾ എന്ന് പലതും പറയുന്ന കാര്യാദികളല്ല, ദൈവസന്നിധിയിൽ കറപുരണ്ട തുണികളാണ്. അതുകൊണ്ട് എപ്പോഴും വന്നിട്ട് ന്യായീകരിച്ചല്ല സംസാരിക്കേണ്ടത്, ആമേൻ ഉയർത്തിയല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്തൃസന്നിധിയിൽ കടന്നു വരപ്പെടുമ്പോൾ നീ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് തന്ന നന്മയ്ക്ക് അനുസരിച്ച് ഞാൻ നിനക്ക് കൊടുത്തില്ല, എനിക്ക് തന്ന ആരോഗ്യം അനുസരിച്ച് എൻ്റെ സമയം ഞാൻ ദൈവത്തിന് കൊടുത്തില്ല, കർത്താവേ നീ എനിക്ക് തന്ന ഉപകാരം അനുസരിച്ച് ഞാൻ സ്തോത്രം ചെയ്തില്ല എന്ന് പറഞ്ഞ് തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കാൻ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ആകയാൽ മറ്റൊരുവരെ നീ വിധിക്കരുത്, മറ്റൊരാളെ കുറ്റം പറയരുത്, വേറൊരാളിനെ നീ കുറ്റം വിധിക്കുവാൻ നീ ആളല്ല. കുറ്റം വിധിക്കുവാൻ ദൈവമുണ്ട് എങ്കിൽ സ്വയമായി പരിശോധന നടത്തി ഓരോ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് മുൻപിലേക്ക് ഗമിക്കുവാൻ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന പ്രഹസനമാകരുത്, പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നായിരിക്കട്ടെ. ഇവൻ ദൂരത്ത് മാറി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ബൈബിൾ പല മേഖലകളിലും നോക്കുന്ന സമയത്തിൽ ഈ ദൂരത്ത് നിന്ന് പ്രാർത്ഥിച്ച പല വ്യക്തികളുമുണ്ട് എന്നുള്ളത് മാത്രമല്ല,
ദൂരസ്ഥനായിരിക്കുന്നവരെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്ന സമയത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മുമ്പേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. ഇന്ന് ഈ ചുങ്കക്കാരൻ ദൂരസ്ഥനാണ്. എന്താ? അവൻ അടുക്കൽ വരാൻ മനസ്സില്ല. ഈ ഓൺലൈൻ ചർച്ചിലും പല വ്യക്തികളും ചിലരൊക്കെ ഉണ്ട്, പള്ളിയിൽ കയറാൻ ഞങ്ങൾ യോഗ്യരായിട്ടില്ല എന്ന് പറഞ്ഞ് ദൂരെ മാറി നിൽക്കുന്നവരുണ്ട്. സ്തോത്രം. ചിലപ്പോൾ വണ്ടിക്കകത്ത് ഇരിക്കുന്നവരും ഉണ്ടായിരിക്കാം പള്ളി കയറാൻ മനഃപൂർവ്വം ഉഴപ്പൻ അല്ലെങ്കിൽ മടിയായിട്ടുള്ളത് അർത്ഥത്തിലല്ല. ചിലരങ്ങനെയുണ്ട്, ദൂരസ്ഥരായിരിക്കുന്നു. കർത്താവിനോട് അടുക്കാൻ ഒരു പേടി, ദൈവത്തോട് അടുക്കാൻ ഞാനതിന് യോഗ്യനാണോ, ഞാനതിന് കൊള്ളാകുന്നവനാണോ എന്ന് പറഞ്ഞ് ദൂരസ്ഥരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ബൈബിൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മുമ്പേ നിങ്ങൾ ദൂരസ്ഥനായിരുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുന്നു. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴിയും. എന്താ രക്തത്താൽ? ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു മരിച്ചടക്കപ്പെട്ടത്, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതെന്ന് നിങ്ങൾ സമ്പൂർണ്ണമായി സമ്മതിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളിനി അകലത്തിലല്ല, നിങ്ങളിനി അടുത്തടുത്ത് കടന്നു വരുന്ന വ്യക്തികളായിട്ട് തീരും. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ വായിക്കുന്ന സമയത്തിൽ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു: ധനവാനും മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്നു. പുള്ളി ദൂരത്തിലായിരുന്നു. ആരായിരുന്നു? ധനവാൻ ദൂരത്ത് നിന്നു അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ധനവാൻ ദൂരസ്ഥനായിരുന്നു, ദൂരെ മാറി നിന്നിട്ട് പുള്ളി ഒരു കാഴ്ച കണ്ടു. ആ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. പ്രൈസലോ. 2 പേര് ഭൂമിയിലായിരുന്നു. ഒരു ധനവാനായിരിക്കുന്ന ഒരു മനുഷ്യനും ഒരു ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും. ലാസറിന് വീടില്ല, കൂടില്ല, നല്ല ഡ്രസ്സില്ല, നല്ല ജോലിയില്ല, ആമേൻ, നല്ല സുഹൃത്തുക്കളില്ല, അതെ, നല്ലതായിട്ടൊന്നുമില്ല. പക്ഷെ ദൈവം ഉണ്ടായിരുന്നു. ദൈവമേ എന്ന് എപ്പോഴും വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പലരും പറയും, നീ പള്ളിയിൽ പോയിട്ട് നിനക്ക് എന്നാ കിട്ടിയത്? നിനക്കൊരു വീട് കിട്ടിയോ? കിട്ടിയില്ല. നിനക്ക് ശരീരസുഖം കിട്ടിയോ? കിട്ടിയില്ല. നിനക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടിയോ? കിട്ടിയില്ല. നിനക്ക് നല്ല ഡ്രസ്സുണ്ടോടോ? കിട്ടിയില്ല. എന്തിലും അവൻ പറയും, ദൈവത്തെ കിട്ടിയല്ലോ അത് മതി, ദൈവത്തെ കിട്ടിയല്ലോ അത് മതി, കർത്താവിനെ കിട്ടിയല്ലോ അത് മതി. അങ്ങനെ ധനവാനായിരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൻ്റെ പടിപ്പുരയിൽ അവൻ അങ്ങനെ കിടക്കുകയാണ്. വേറൊരാളിൻ്റെ ഔദാര്യത്തിൽ, അവൻ ധനവാന്റെ ഔദാര്യത്തിൽ കിടക്കുകയാണ്. എന്നാൽ ധനവാനായിരിക്കുന്ന ഈ മനുഷ്യൻ, അവൻ വലിയ ധനവാനാണ്. അവന് ദൈവമില്ല, സുഹൃത്തുക്കളുണ്ട്. അവന് ദൈവമില്ല, സ്വന്തക്കാരുണ്ട്. അവന് ദൈവമില്ല, വലിയ വലിയ ബിസിനസ്സുകളുണ്ട്. അവന് ദൈവമില്ല, നല്ല ജോലിയുണ്ട്, എല്ലാം നല്ലതായിട്ടുണ്ട്. 2 പേരും മരിച്ചു. വലിയ ആർഭാടത്തോടുകൂടി അടക്ക ശുശ്രൂഷ നടന്നു ധനവാന്റെ. ലോകമറിഞ്ഞു. പത്രങ്ങളിലും വാർത്തകളിലും വാർത്താമാധ്യമങ്ങളിലും എല്ലായിടത്തിലും ആ വാർത്ത കടന്നു വന്നു. നല്ലൊരു അടക്ക ശുശ്രൂഷ അവിടെ നടന്നു. എന്നാൽ ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ മരിച്ചതുപോലെ തന്നെ ലാസർ മരിച്ചു. ലാസറിന് ആകപ്പാടെ ആശ്രയം ആ വീട്ടിലെ കുറച്ച് നായ്ക്കളുണ്ടായിരുന്നു. ഇവൻ്റെ ശരീരം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ ശരീരം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേങ്കിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞവൻ ആശ്വസിച്ചു. നായ്ക്കൾ കടന്നു വന്ന് നക്കുമ്പോൾ അവൻ ഇച്ചിരി ആശ്വാസം. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല. ഒരു നേഴ്സ് പോലും വന്നിട്ടൊന്ന് ഡ്രസ്സ് ചെയ്തില്ല. കാരണം അമ്മ ഫീസ് കൊടുക്കാൻ പുള്ളിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ആരും അങ്ങോട്ട് വരാനും സാധ്യതയില്ല. ഇനി പുള്ളിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നോന്ന് ചോദിച്ചാൽ അതൊന്നും എഴുതിയിട്ടില്ല. പ്രാർത്ഥിക്കാൻ പോലും ആളില്ല എന്നുള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ അങ്ങനെ ആയിരുന്നു. അവനൊരു അടക്ക ശുശ്രൂഷയും കിട്ടിയില്ല. കാരണം പള്ളിയിൽ പോട്ടെ, അപ്പോൾ അവന് നല്ലൊരു അടക്ക ശുശ്രൂഷ പോലും കിട്ടിയോ എന്നൊരു സംശയമായിരിക്കുന്നു. പക്ഷേ 2 പേരും മരിച്ചു, അടക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് ലാസർ കടന്നു പോകുകയാണ്. ഏത് പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്ന ശരീരം ഇപ്പോൾ ഇതാ ഏതോ വലിയൊരു ബ്യൂട്ടി പാർലറിൽ കയറിയതുപോലെ ആമേൻ, ആരും അതിശയിക്കപ്പെടത്തക്ക വിധത്തിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ആമേൻ ദ്രവത്വത്തിൽ നിന്ന് അദ്രവത്വത്തിലേക്ക് ലാസർ അങ്ങ് മാറി. ഒരു നല്ലൊരു ശരീരത്തിന് അവൻ ഉടമസ്ഥനായിട്ട് തീർന്നു. നല്ലൊരു ശരീരത്തിൻ്റെ ഉടമസ്ഥനായിട്ട് അവൻ അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ ശേഷം അവൻ്റെ പ്രായമെല്ലാം കുറഞ്ഞവനായിട്ട് അവൻ യൗവനത്തിൽ അവൻ്റെ ലൈഫിൽ എപ്പോഴാണോ നല്ല ഫെയറായിട്ടിരുന്നത് ആ സമയത്തിലുള്ള അതേ രീതിയിൽ അവനിതാ
അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു. ലാസർ അങ്ങനെ ഇരുന്നപ്പോൾ ധനവാനായിരിക്കുന്നവൻ യാതനാ സ്ഥലത്ത് അവൻ നരകത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്, ആമേൻ, അയ്യം വിളിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, എവരുടെ ദൂരസ്ഥനാണ്, ദൂരെ മാറി നിന്നാണ് ഇവൻ കാണുന്നത്. അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത്. ഇവനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ ഈ അബ്രഹാമിനെ കണ്ടപ്പോൾ അതിൽ തൃപ്തിപ്പെട്ടു. അബ്രഹാമിനെ കണ്ടപ്പോൾ അതിൽ അവൻ സമാധാനം കണ്ടെത്തി. ഞാൻ ഇന്ന് നിങ്ങളോടൊരു ദൂത് പറയട്ടെ. നമുക്ക് അബ്രഹാംമാരെയൊക്കെ ഒരുപാട് കാണാനായിട്ട് കഴിയപ്പെടും, മോശമാരെയൊക്കെ ഒരുപാട് കാണാൻ കഴിയും, ഏലിയാവുമാരെയൊക്കെ ഒത്തിരി കാണാനായിട്ട് കഴിയപ്പെടും. പക്ഷേ യേശുവിനെ കണ്ടാലേ രക്ഷയുള്ളൂ. അബ്രഹാമിനെ കണ്ടെന്ന് വെച്ചുകൊണ്ട് അവനൊരു മാറ്റവും കിട്ടിയില്ല. അബ്രഹാമിനെ കണ്ടെന്ന് വെച്ചുകൊണ്ട് അവനൊരു വ്യത്യാസവും കിട്ടിയില്ല. നസ്രത്തുകാരനെ യേശുവിനെ തന്നെ കാണണം. ആമേൻ. അത് ഏതെങ്കിലും വ്യക്തികളെയല്ല നിങ്ങൾ കാണേണ്ടത്. ഏതെങ്കിലും വിശുദ്ധന്മാരെ അല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ കാണുന്നെങ്കിൽ യേശുവിനെ തന്നെ കാണണം. അവന് മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് കഴിയപ്പെടത്തേയുള്ളൂ. അബ്രഹാമിനെ കണ്ട ധനവാന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. അവൻ ആ യാതനാ സ്ഥലത്ത് തന്നെ കിടന്നു. പക്ഷേ അവനപ്പോൾ യേശുവിനെയാണ് കണ്ടിരുന്നെങ്കിൽ, കർത്താവേ എന്നൊരു വിളിച്ചിരുന്നെങ്കിൽ യേശുവിനെ രക്ഷിച്ചേനെ, യേശുവിനെ വിടുവിച്ചേനെ. ഇവൻ കണ്ടത് അബ്രഹാമിനെ. ഇന്നും പലരും അത് തന്നെയല്ലേ, യേശുവിനെ കാണേണ്ടതിന് പകരം തങ്ങൾക്ക് ബോധ്യപ്പെട്ടവരെയും ഇഷ്ടപ്പെട്ടവരെയൊക്കെ കാണുന്ന ഒരു ശൈലി ഉണ്ടല്ലോ. യേശുവിനെ കാണുന്നതിന് പകരമായിട്ട് ചില വിശുദ്ധന്മാരെ മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ലോ. യേശുവിനെ കാണേണ്ടിടത്തിന് ആമേൻ ചില മനുഷ്യരെ നിങ്ങൾ കാണുകയാണല്ലോ. ഒരിക്കലും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയത്തില്ല സുഹൃത്തുക്കളെ. ഒരിക്കലും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ ചെന്നെത്തുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ കാണുന്നുവെങ്കിൽ ഏക രക്ഷിതാവായിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെ കാണണം. ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ നിന്ന്, ഏത് വേദനാജനകമായ അനുഭവത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുക. നിങ്ങൾ ദൂരസ്ഥരായിരിക്കപ്പെടുമ്പോൾ നിങ്ങൾ കാണേണ്ടുന്നവരെ കാണാൻ സാധ്യതയില്ല. അവൻ ദൂരത്ത് മാറി നിന്ന് മാറത്തടിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നിങ്ങൾ ദൂരെയാണെങ്കിൽ അടുക്കലേക്ക് അടുത്ത് കടന്നു വരപ്പെടണം. 17 വാക്യം, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. യേശുവിന് മാത്രമേ അകന്നു നിൽക്കുന്ന പരീശന്മാരെയും അകന്നു നിൽക്കുന്ന ചുങ്കക്കാരെയും ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ കഴിയപ്പെടത്തേയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മാനസാന്തരം അല്ലെങ്കിൽ രൂപാന്തരം നമ്മുടെ മേൽ കടന്നു വരപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുന്ന സമയത്തിൽ പെട്ടെന്ന് ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അബ്രഹാം ഒരു തീരുമാനമെടുത്തു. തൻ്റെ പ്രാർത്ഥനകൾ ഫലിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ ദൈവമായുള്ള ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 6 വാക്യവും 9 വാക്യവും വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കപ്പെടുന്നു, ദൈവം തനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറാ പറഞ്ഞ് അവൻ ഇസഹാക്കെന്ന് പേര് ഇട്ടോ. സ്തോത്രം. 9 വാക്യം, മിസ്രൈമിൻ ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറാ കണ്ട് അബ്രഹാമിനോട് ഈ കുഞ്ഞിനെ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഉൽപ്പത്തി 21 കടന്നു പോകുമ്പോഴാണ് ഈ ഒരു ദാരുണമായ സംഭവം, പലരുടെയും മധ്യത്തിൽ സംശയത്തിന് കാരണമായിരിക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടും. സംഭവം വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അബ്രഹാമിന് 100 വർഷക്കാലം കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വലങ്കയായിരുന്നു, ദൈവത്തിൻ്റെ അടുത്തയാളായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവത്തോട് നമ്മൾ എത്രയോട് കൂടുതൽ പ്രാർത്ഥിച്ചു വെച്ചുകൊണ്ട് എല്ലാം നടക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. ചിലത് സമയമെടുക്കും, ചിലത് അല്പസമയം കാത്തിരിക്കേണ്ടി വന്നാലും നല്ല മനസ്സോടെ കാത്തിരിക്കണം. ചില വിഷയങ്ങൾക്ക് ദൈവം ചില ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും തീരുമാനിച്ചു, അതുവരെ നമ്മൾ കാത്തിരിക്കണം. നമ്മൾ കാത്തിരിക്കുകയോ ഇല്ലയോ എന്ന് ദൈവം നോക്കും. അല്ലാണ്ട് ഓടി വന്ന് എടുത്തുകൊണ്ട് പോകുന്നതല്ല ദൈവീകത്വം എന്ന് പറയുന്നത്. ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നതോടൊപ്പം തന്നെ ദൈവമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധത്തിൽ നമ്മൾ എത്തിയോ ഇല്ലയോ എന്ന് ദൈവം സ്വയം പരിശോധന നടത്തും. അങ്ങനെ അബ്രഹാമിനെ പരീക്ഷിച്ചു. പക്ഷേ എനിക്ക് കുട്ടികളൊന്നും കിട്ടിയില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ പിന്മാറിയൊന്നും പോകത്തില്ല. എനിക്ക് കുട്ടി കിട്ടിയില്ല എങ്കിലും ദൈവത്തെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അവൻ മുറുകെ പിടിച്ച് പൊയ്ക്കൊണ്ടിരുന്നു. ഒടുവിൽ അപ്പോഴും ദൈവം പറയും, നിനക്കൊരു കുട്ടി ഉണ്ട്, നിനക്കൊരു വാഗ്ദത്ത സന്തതി ഉണ്ട്. സ്തോത്രം. പക്ഷേ സാറായ്ക്ക് കാത്തിരിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് ഇല്ലായിരുന്നു. സ്ത്രീ ബലഹീന പാത്രമെന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഭക്തനായിരിക്കുന്ന അബ്രഹാം കാത്തിരുന്നപ്പോൾ സാറാ പറഞ്ഞു, ഇങ്ങനെ നോക്കിയിരുന്നാലൊന്നും പറ്റത്തില്ല, നമുക്ക് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുത്താലേ പറ്റതേ ഉള്ളൂ. ഇന്നത്തെ IOEയും IVFും പരിപാടികളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകപ്പാടെ ഒരു പരിപാടി ഈ കാലഘട്ടത്തിലുള്ളത് യൂട്രസ് ഒന്ന് റെൻറ്റിനെടുക്കുക, വാടകയ്ക്ക് എടുക്കുക. സ്തോത്രം. കുഞ്ഞിനെ ജനിപ്പിച്ച്
കുഞ്ഞിനെ എടുക്കുക, സ്തോത്രം, എന്നിട്ട് പുള്ളിക്കാരത്തേക്ക് പൈസയൊക്കെ കൊടുത്തങ്ങ് വിടുക എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വേണ്ട 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 എന്ന് അബ്രഹാം വിചാരിച്ചിരുന്നുവെങ്കിലും സാറ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങിയേ പറ്റൂ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തേയില്ല, എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താലേ പറ്റത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരി. തൻ്റെ വീട്ടിൽ തന്നെ അതെ ജോലി ആയിരുന്ന ഹാഗറിനെ സ്തോത്രം സാറ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ യൂട്രസിനെ അതെ വാടകയ്ക്ക് എടുക്കുകയാണ്, ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം, ആ കുഞ്ഞിന് നീ ജന്മം കൊടുക്കണം എന്ന് പറഞ്ഞു. യജമാനത്തി പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാനൊന്നും പറ്റത്തേയില്ല. അതെ, യജമാനത്തി പറഞ്ഞതുപോലെ തന്നെ ഹാഗർ സ്തോത്രം ഏറ്റെടുത്ത് ഹാഗറിൽ ആ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നു, അബ്രഹാമിനൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. അതേ സമയത്തിൽ തന്നെ വാഗ്ദത്ത സന്തതിയും കടന്നു വരും. അതാണ് എടുത്തുകാട്ടം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടനടി ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2 കുഞ്ഞുങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ മിസ്രൈം ദാസി ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി. ഒന്ന് ചിരി, ഒന്ന് പരിഹാസി. മനസ്സിലാകുന്നു? 2 കൾച്ചറിലുള്ള കുട്ടികളാണ്. ഒന്ന് ചിരി. ഇസഹാക്കിനെ കുറിച്ച് അറിയാലോ, എപ്പോഴും യാഗം കഴിക്കും, വിറകോടെ, കത്തിയുടെ, തീയുടെ, ആട്ടുകുട്ടിയുടെ എട് അപ്പനെ എപ്പോഴും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി, എപ്പോഴും സ്വന്തം പിതാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനോഭാവം. അതങ്ങനെയാണല്ലോ, അതൊരു വാഗ്ദത്ത സന്തതിയാകൊണ്ട്, അതൊരു ഫ്യൂച്ചറിലെ ദൈവീക പദ്ധതികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാകൊണ്ട് അവർ 2ആയിട്ടല്ല, അവരൊന്നായിട്ട് തന്നെ നിന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. സ്തോത്രം. 2ആയിട്ടല്ല, അവർ ഒന്നായിട്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഹാഗറിൽ ഒരു കുഞ്ഞ് ജനിച്ചു, ഇസ്മായേൽ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. ആ കുഞ്ഞിന് ബൈബിളിൽ ഇട്ടിരിക്കുന്ന പേര് പരിഹാസി. നിങ്ങൾക്കറിയാവോ പരിഹാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് എല്ലാറ്റിനെയും കളിയാക്കുക. അബ്രഹാം പറഞ്ഞു, വൈകിട്ട് നമുക്ക് യാഗത്തിന് പോകണം, അപ്പം ഇസ്ഹാക്ക് ഓടി ചെന്നിട്ട് വിറകെടുക്കും, കത്തിയെടുക്കും, ആട്ടുകുട്ടിയെടുക്കും, എല്ലാ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തൊക്കെ വയ്ക്കും. മറ്റോ നിന്നിട്ട് നിനക്ക് വേറെ ജോലിയും കൂലിയില്ലേടാ, വിറകെടുത്തിട്ടവൻ പൊങ്ങുന്നില്ല, അങ്ങനെ തന്നെ, ഇതിനൊക്കെ മസിൽ വേണോടാ എന്ന് പറഞ്ഞു ഇവൻ എന്നാ ചെയ്താലും അവനെ കളിയാക്കും. ഭയങ്കര കളിയടിയാ. ആ വീട്ടിൽ ദൈവീക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര പരിഹാസം. രാവിലെ ബൈബിൾ എടുത്തോണ്ട് ഇറങ്ങപ്പെടുമ്പോൾ നിന്റെ വീട്ടിൽ തന്നെ പരിഹസിക്കാൻ ചിലപ്പോൾ കാണുമായിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ ചോദിക്കും പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി, ഉടനെ ആൻസർ എല്ലാം നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കണം, ദൈവത്തെ കിട്ടിയെന്നങ്ങ് പറഞ്ഞോളണം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പം ജീവനോടെ ഞാൻ നിൽക്കുന്നത് ദൈവം ഉള്ളത് കൊണ്ടാണെന്ന് രണ്ടാമതേ പറയാം. ആദ്യം പറയണേ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ കർത്താവിനെ കിട്ടി, പൊന്ന് കായ്ക്കുന്ന മരത്തെ കിട്ടിയിരിക്കുകയാണ്, ജീവവൃക്ഷത്തെ കിട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് തന്നെ ഏറ്റവും വലിയ, അത് പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല, അത് മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ കിട്ടുന്ന സാധനമല്ല, എനിക്കത് കിട്ടി. അബ്രഹാമിൻ്റെ വീട്ടിൽ പരിഹാസി ഉണ്ടായി എങ്കിലും നിങ്ങളുടെയും വീടുമായി ബന്ധപ്പെട്ട് പരിഹാസി വരും. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ, ഒരപ്പൻ ഒരു മോൻ, ഇവർ ദൈവത്തിൻ്റെ വേല ചെയ്യണം, ഇവർക്ക് ഈ ഊണിലും ഉറക്കത്തിലും കർത്താവിൻ്റെ വേല, ഇവർക്ക് പറയാൻ വേറെ ഒന്നും കാണൂല. മീനിന് പുളിയുണ്ടോ എന്ന് ചോദിക്കാൻ ഇവർക്ക് സമയം കിട്ടത്തേ ഇല്ല. കാരണം ഇവർ 24 hours ആരാധനയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ദൈവത്തെ അനുസരിക്കുന്നതിനെക്കുറിച്ചും ദൈവാനുഗ്രഹത്തെക്കുറിച്ചും അനുസരിക്കുക. അതാണ് അനുഗ്രഹം, ദൈവത്തിൽ നിന്നല്ലേ, അനുസരിക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക, എന്തൊക്കെ കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ആ വീട്ടിൽ ഒരു പരിഹാസി അവിടെ നിന്ന് നമ്പർ അടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ല. 24 മണിക്കൂറും ഈ പ്രാർത്ഥനയും ആരാധനയും കൂട്ടി. ഇതൊക്കെ മനുഷ്യനല്ലേ അല്ലേ? മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? സുഹൃത്തെ, അബ്രഹാമിൻ്റെ വീട്ടിലൊരു പരിഹാസി ഉണ്ട് എങ്കിൽ
നിന്റെ വീട്ടിലൊരു പരിഹാസി വന്നത് വലിയ കാര്യമൊന്നുമല്ല. ആമേൻ. അബ്രഹാമിൻ്റെ വീട്ടിലെ പരിഹാസി ഉണ്ട് എങ്കിൽ നീയും അതിൻ്റെ മക്കളായിരിക്കുന്നിടത്തോളം കാലം നീയും പരിഹാസപാത്രമായിട്ട് ചിലപ്പോൾ തീരേണ്ടതായിട്ട് കടന്നു വരപ്പെടാം. ഇന്ന് പകൽ സമയം പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് പറയുകയാണ്. ചില പരിഹാസികളെ ചൊല്ലി വേദനിക്കുന്ന, ചില പരിഹാസികളെ കുറിച്ച് പ്രയാസപ്പെടുന്ന, ചില പരിഹാസികളുടെ മനോദുഃഖത്തോടെ, വേദനയോടെ, ഭാരത്തോടെ, ആകുലതയോടെ ആയിരിക്കപ്പെടുന്ന ജീവിതമേ, നിന്നെ പരിഹസിക്കുന്തോർ ആമേൻ, നീ ദൈവത്തോട് അടുത്തുകൊണ്ട് നിൽക്കണം. നിന്നെ പരിഹസിക്കുന്തോർ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കണം. നിന്നെ പരിഹസിക്കുന്തോർ നീ ദൈവത്തെ മുറുകെ പിടിക്കണം. സാറ പെട്ടെന്നൊരു തീരുമാനമെടുത്ത്, എൻ്റെ അതിവേഗം കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചെടുത്ത് വെച്ചത്. സാറ തന്നെ സൊല്യൂഷൻ പറഞ്ഞു, ഈ പരിഹാസിയെ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റണം. അബ്രഹാം അവിടെ എന്ത് തീരുമാനമെടുക്കണം എന്ന് ആശയക്കുഴപ്പം വന്നു. ഉടനടി ദൈവം അവിടേക്ക് വന്നു. ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ ഇപ്പോൾ എടുക്കേണ്ടുന്ന തീരുമാനം ഇത് തന്നെ. ഈ പരിഹാസിയെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും ഈശ്മാന്യ ആത്മാവുകൾ കടക്കുണ്ടോ? ആമേൻ. ചുങ്കക്കാരനെ പോലെ നിലവിളിച്ചു പറ, ഇപ്പോഴും ദൈവിക കാര്യാദികൾ എനിക്ക് വിപരീതമായിട്ട് എന്നെ പുറകിലേക്ക് വലിക്കുന്ന ഒരു ഇശ്മായേലിയന്റെ ആത്മാവ് എൻ്റെ ഉള്ളിനകത്തുണ്ട്. കർത്താവേ, ഇന്ന് എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരണം. എനിക്ക് എൻ്റെ ദൈവത്തിൽ ദൂരസ്ഥനായിട്ട് നിൽക്കുകയല്ല, എനിക്ക് എൻ്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരണം.